They call us the best pair in Tamil. ഞാനും രജനി സാറും ബെസ്റ്റ് പെയർ എന്ന് പറയുന്നത്. We are also doing equally. We are also working equally. Yeah. So equally hard. നമുക്ക് എന്താ അത് റെക്കഗ്നിഷൻ കിട്ടാത്തത്, നമുക്ക് എന്താ പ്രയോറിറ്റീസ് കിട്ടാത്തത്, ഇമ്പോർട്ടൻസ് കിട്ടാത്തത്, അങ്ങനെ കുറേ പ്രാവശ്യം ഐ യൂസ് ടു ഫീൽ ബാഡ്. ഐ didn't have a proper school life and I didn't have privacy also. I had to be very patient and very hardworking and just focus on my career, my work. Consistently അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഷെമിൻ സ്റ്റുഡിയോയിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ്. മലയാളത്തിൻ്റെ സ്വന്തം, തമിഴിൻ്റെ സ്വന്തം, തെലുങ്കിൻ്റെ സ്വന്തം, സൗത്ത് ഇന്ത്യയുടെ ആകെ സ്വന്തം മീന മാം. ഹായ് മാം. ഹലോ. ഹായ്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ. മാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലേക്ക് വരുമ്പം പുറത്ത് തമിഴിൽ നിന്ന് ഒരാൾ വന്ന് അഭിനയിച്ച് പോകുന്നു എന്നല്ല നമുക്ക് തോന്നുക. മാം മലയാളത്തിൻ്റെ സ്വന്തമാണ്. ആ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, ഏത് ലാംഗ്വേജിൽ പോയാലും അവിടുത്തെ ആളാവുക എന്നുള്ളത്, അതെങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞാ അറിഞ്ഞൂടാ, അതങ്ങനെ ആയിപ്പോന്നുണ്ട്. എന്തായാലും എല്ലാം സൗത്ത് ഇന്ത്യ അല്ലേ, എല്ലാം ഇന്ത്യൻ. അതെ. സോ ബീങ് എ ഇന്ത്യൻ ഐ തിങ്ക് ഇറ്റ്സ് മോർ ഈസിയർ ടു റിലേറ്റ് ടു എവറി സ്റ്റേറ്റ്. ഓക്കെ. അച്ഛൻ അമ്മ മലയാളിയാണ് അല്ലേ? അപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതെ. പക്ഷെ വീട്ടിൽ മലയാളം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല അല്ലേ? ഇല്ല, അമ്മ ചെറുപ്പത്തിൽ തന്നെ ചെന്നൈ വന്നു. അവര് കോയമ്പത്തൂര്, പിന്നെ ചെന്നൈ. സോ എല്ലാം ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് തമിഴ് ആൻഡ് അച്ഛൻ തെലുങ്ക് ആയതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഇപ്പൊ അച്ഛൻ അമ്മമ്മ അവരോടൊപ്പം എല്ലാം മലയാളത്തില് അമ്മ സംസാരിക്കാറുണ്ട്. ബട്ട് എല്ലാരും ചെന്നൈയിൽ സെറ്റിൽ ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് തമിഴ്. ഓക്കെ. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാ പഠിച്ചത്? ഷൂട്ടിംഗില് ഇങ്ങനെ വന്ന് സിനിമ ചെയ്ത്. അതെ. ഓക്കെ. ഈ സിനിമയിൽ ഇപ്പം ആനന്ദപുരം ഡയറീസിൽ ഒരു കോളേജിലേക്കുള്ളൊരു കംബാക്ക് ആണ്. എനിക്ക് ട്രെയിലറിൽ നിന്ന് അങ്ങനെയാ നമുക്ക് മനസ്സിലാവുക. എന്താ ക്യാരക്ടർ എന്താ? ഇത് മലയാളത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറിനേക്കാളും വളരെ ഒരു കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ്. ഇതിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയാ, ഐ വുഡ് ഓൾസോ സേ ഇറ്റ്സ് ക്വൈറ്റ് ഇൻസ്പിറേഷണൽ. ബിക്കോസ് ഇത് ഈ കഥ കേട്ടിട്ട് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ, കുറേ ആൾക്കാർ, ലോട്ട് ഓഫ് വിമൻ ആൻഡ് മെൻ ഓൾസോ ബിഫോർ വെഡിങ് അവർ ഒരു ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആഫ്റ്റർ വെഡിങ് their life changes. So according to their family life they get evolved or they get changed. അങ്ങനെ then they can't come back and they can't pursue their dreams. So അങ്ങനത്തെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. സോ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് why can't we still go and do it, നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണിത്. സോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ക്വൈറ്റ് ഇൻസ്പിറേഷണൽ ഓൾസോ. ആൻഡ് ഫസ്റ്റ് ടൈം ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ, ഒരു ലോയർ ക്യാരക്ടർ ചെയ്യുമ്പോൾ ദാറ്റ് വാസ് ഓൾസോ വെരി ഡിഫറെന്റ് ഫോർ മീ. ഞാൻ ഇതുവരെ ഏത് ലാംഗ്വേജിലും ഒരു ലോയർ ക്യാരക്ടർ ചെയ്തിട്ടില്ല. സോ ദാറ്റ് വാസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഹാസ് സം സോഷ്യൽ ഇഷ്യൂസ്. സോ ഇന്ന് പല കാര്യങ്ങൾ ഇതിൽ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കുറേ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഈ കോളേജിലേക്ക് പഠിക്കാൻ വരുന്നതാണോ? അതെ. ഐ കം ബാക്ക് ആഫ്റ്റർ ദ ഫസ്റ്റ് ടൈം. ഇറ്റ് വുഡ് ബി ബിക്കോസ് ഓഫ് ഈ കല്യാണം വന്നിട്ട് തടങ്ങൾ വന്നിട്ട് ഐ സ്റ്റോപ്പ് ഗോയിങ്. ദെൻ പിന്നെയും വരാൻ ശ്രമിച്ചപ്പോൾ ഐ ഹാവ് അനദർ സം ഇഷ്യൂ വിച്ച് ഡിഡ്ന്റ് മേക്ക് മീ കം ബാക്ക്. ദെൻ ഫൈനലി ഐ സെ നോ, ഐ ഹാവ് ടു ഡു ദിസ്, എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്ക് ചെയ്തേ തീരണം എന്ന് പറഞ്ഞിട്ട് ഷീ കംസ് ബാക്ക് ആൻഡ് ഷീ സ്റ്റഡീസ് ലോ ആൻഡ് ഷീ ബിക്കംസ് എ ലോയർ. ഈ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? ആയിരുന്നപ്പോഴും ചെയ്തിട്ടില്ല. പിന്നെ കോളേജിലും ഐ കൈൻഡ് ഓഫ് ഗേവ് അപ്പ്. ഇനി എന്നൊക്കെ നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചു. I gave up on that also. ഇനി നമുക്ക് കോളേജ് സ്റ്റുഡന്റ് ഒക്കെ പറ്റില്ല എന്ന്. But it was like a sweet surprise for me, again going back to college and pursuing your studies and becoming what you want. I was like, then it's like നല്ലതാണത്, something what I've been wanting to do for quite some time. So finally I'm getting to do it. പിന്നെ മാം തന്നെ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ നേരിട്ട് പോയിട്ടില്ല. ഇപ്പൊ MA ഒക്കെ ചെയ്തതും ഡിസ്റ്റന്റ് ആയിട്ടാണല്ലോ. അപ്പൊ അതൊരു സ്പെഷ്യൽ ഫീൽ ആയിരിക്കുമല്ലോ അല്ലേ? Yes, absolutely. ഈ ഓർമ്മ വെച്ച നാളിലെ, അതായത് ഇപ്പൊ ഒരു 6 വയസ്സ് മുതൽ സിനിമയിൽ നിൽക്കുന്നു, 40 വർഷം എന്ന് പറയുമ്പോൾ അതേ ലെഗസിയോടെ അതേ പ്രാധാന്യത്തോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മാമിന്റെ ഒരു ജേർണി ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ മാമിന് അത് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ അതൊരു ഫൈറ്റ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു അത്? It was not easy at all.
I had to be very patient, and very hardworking, and just focus on my my career, my work. So consistently adana njan ചെയ്തുകൊണ്ടിരുന്നത്. And no matter what people, I used to feel bad, why namakkum we are also doing equally, we are also working equally, so equally hard, namak endha adu recognition kittathathu, namak endha priorities kittathathu, importance kittathathu, angana kore pravisham I used to feel bad. But consistently my mother always used to say, you do your job, and just leave it. When you're doing something, focus on it, give your 100%, and just leave it and forget about it. Adana ennodu amma eppozhum adana parayunnathu ennodu. Then I always used to complain, why amma eniki sesham vannavarkellam idu cheyyunnundu adu cheyyunnundu nokka I used to fight, and I used to complain. But I continued to do what amma paranjathu njan cheyidu. That's all I did. I always used to complain, whine, but still I did my work. I still gave my best, gave my 100%. Then slowly I think that recognition and everything what I wanted, I finally got it. അതെ, തമിഴില് കുറച്ചുകൂടി ഇപ്പം എന്താ പറയാ, ഈ മേക്കപ്പിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടെന്ന് നമുക്ക് തോന്നും, എപ്പോഴും അങ്ങനെ നിൽക്കാം. പക്ഷെ മലയാളത്തിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഹോംലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെങ്ങനെയാ? അത് ഇവിടെ സിനിമാക്കാർ ആവശ്യപ്പെടുന്ന പോലെയാണോ, മാമായിട്ട് തീരുമാനിക്കുന്നതാണോ? അതെ അല്ല, അത് അതിന്റെ ക്യാരക്ടറിന് വേണ്ടി ഡയറക്ടർ എന്താ ആലോചിക്കുന്നത്, അവർക്ക് എന്ത് വാട്ട് ഹി വാണ്ട്സ്, അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ ഒപ്പീനിയൻ ഓർ മൈ വിഷ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് മോസ്റ്റ്ലി വാട്ട് ദ ഡയറക്ടർ ഫീൽസ്, ബിക്കോസ് അവരാണ് ഈ കഥയും ഈ ക്യാരക്ടറും അവരാണ് ആദ്യം ഉരുവാക്കുന്നത്, അല്ലേ? സോ ദേ വിൽ ബി ഹാവിങ് വൺ ഇമേജ്, ദേ വിൽ ബി ഹാവിങ് വൺ ഐഡിയ. സോ അതിനനുസരിച്ച് നമ്മൾക്ക് എന്താ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ കൊടുക്കും, ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഡിഫറെന്റ് ആയി തോന്നിയത് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിൽ ലുക്കിലൊക്കെ ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. അതിൽ മാമനെ കണക്ട് ചെയ്ത ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഒരുപാടുണ്ട്, ഈ പറയാതെ അറിയാതെ, മണിമുറ്റത്താവണി അല്ലേ, പിന്നെ ദൂരെ മാമരക്കൊമ്പിൽ, അങ്ങനെ നിരവധി പാട്ടുകളുണ്ട്. മാമിനോട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു പാട്ട് ചോദിച്ചാൽ മലയാളത്തിൽ ഏതായിരിക്കും? ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ബിക്കോസ് എനിക്ക് ഐ ലവ് മെലഡി സോങ്സ് വളരെ ഇഷ്ടമാണ്. ആൻഡ് മലയാളത്തിൽ തന്നെ കൂടുതൽ മെലഡി സോങ്സ് ഉണ്ടായിരുന്നു. സോ ജസ്റ്റ് ടു പിക്ക് 1 or 2 വളരെ കഷ്ടം. സാധാരണ പാടാറുണ്ടെന്ന് എനിക്കറിയാം, പാട്ട് പാടാറിയാം, മലയാളം പാട്ട് പാടാറുണ്ടോ? ഞാൻ പാട്ട് പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ പാടുമല്ലോ നന്നായിട്ട്, ഇല്ലേ? ഇല്ല, ഐ ഡോണ്ട് ആക്ച്വലി. when it comes to singing, in fact I don't have much confidence. എനിക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റില്ല എനിക്ക്. ബട്ട് ആൽബം ഒക്കെ ചെയ്യാൻ അവർ വന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഐ വാസ് സർപ്രൈസ്ഡ്. ഇതെന്താ, ഞാനെങ്ങനെ പാടും എന്നൊക്കെ ചോദിച്ചപ്പോൾ they said, അല്ല നല്ല വോയിസ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം നമ്മളൊരു തമിഴ് പോപ്പ് ആൽബം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. യു ഹാവ് ദറ്റ് സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആസ് വെൽ ആസ് ഗുഡ് വോയിസ്. ഞാൻ അതാ പറഞ്ഞത്, ഗുഡ് വോയിസ് ഓക്കെ, അഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ പാടാൻ പറ്റും എന്ന് അറിയുമോ നിങ്ങൾക്ക്? ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞു. ബട്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ വെറുതെ ട്രൈ ചെയ്തതാ. ഇറ്റ് വാസ് ലൈക്ക് ഓൾ ബിറ്റ്സ് ആൻഡ് പീസസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അറ്റ് വൺ ഗോ ഐ സിംഗ്, അങ്ങനൊക്കെ ഒന്നുമില്ല. ആദ്യം എനിക്ക് ഒരു ട്രാക്ക് കൊടുത്തു, പിന്നെ ഐ ട്രൈഡ് റിഹേഴ്സിങ് ഇറ്റ്. അവിടെ പോയ ശേഷം they were saying some tempo മേൽ വരുന്നു, എന്തോ അതൊക്കെ ദാറ്റ് മ്യൂസിക്കൽ I didn't understand one word. Then somehow we just did happened. അതിപ്പോ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും? No sorry, completely I can't. Okay, അതിൽ തമിഴിൽ പറയുമ്പോഴേ എനിക്ക് ആദ്യം മനസ്സിലാവുന്ന തിലാന, പിന്നെ കുളുവാലിയിലെ മുത്ത് വന്നല്ലോ, പിന്നെ പ്രഭു സാറായിട്ടൊരു പാട്ടുണ്ടല്ലോ, ഊഞ്ഞാലാട്ടിക്കൊണ്ട് എന്നെ സൊൽവതമ്മ, വഞ്ചിയവൾ പേരഴ, അതിന് നിറയെ തഞ്ചാവൂര് മണ്ണെടുത്ത്. മാമിന് അങ്ങനെ എന്തോരം പാട്ടുകളാണ് ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അത് കേൾക്കാറുണ്ടോ? ചിലപ്പോ when I go to the social media, എന്തെങ്കിലും റീൽസ് അങ്ങനെ കാണുമ്പോൾ they reuse all those songs. മലയാളം, തമിഴ് എല്ലാത്തിലും they keep using my songs. അങ്ങനെ ചിലപ്പോ നമ്മൾ തഞ്ചാവൂർ ട്രിപ്പൊക്കെ പോകുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് അതായിരിക്കും, മാമിന്റെ തഞ്ചാവൂർ മണ്ണെടുത്ത്. ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ കോളേജിൽ പോകാത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, ഈ ആദ്യമേ സിനിമയിലേക്ക് വന്നു, കുട്ടിയായിരുന്നപ്പോഴേ സിനിമയിലേക്ക് വന്നു. അപ്പോൾ അതൊരു വലിയ പ്രിവിലേജ് ആണ്, കാരണം അപ്ലൈ വന്നു, ഇപ്പോഴും അതേ ഫാമിലിയിൽ നിൽക്കുക. പക്ഷെ അതേസമയം മാമിന് മിസ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ ലൈഫ്?
ലൈഫില് പിന്നെ കുറെ I didn't have a proper school life, and I didn't have privacy also. ചെറുപ്പം മുതലേ I was always like, always with people, always with protection. So because I was a celebrity, I was always, എന്താ പറയാ, somebody used to follow me all the time. അങ്ങനെ. So I എവിടെ പോ, even after I became a heroine, അപ്പോഴും എനിക്ക് I became too busy in my work. എനിക്ക് I couldn't do all those regular things like going to college or being with friends, hanging out with friends, or അങ്ങനൊക്കെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. But I have no regrets because I'm doing all that now. ഇപ്പോഴും I'm hanging out ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സോടൊപ്പം സിനിമയ്ക്ക് പോകുന്നതോ അല്ലെ റെസ്റ്റോറൻറ്റ് പോകുന്നതോ or അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഹാങ്ങിങ് ഔട്ട് വിത്ത് ദം, ഓർ ദേ കമ്മിങ് ടു മൈ പ്ലേസ്, അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ. സോ ഐ എം ഗെറ്റിംഗ് ബോത്ത്, ആസ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. മാം പറഞ്ഞ പോലെ ഇത്രയും ബിസി ആയിരുന്ന ഒരാള് പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് സെറ്റിൽ ആവാൻ തീരുമാനിക്കുമ്പോഴേ ഇതൊക്കെ മിസ് ഔട്ട് ചെയ്യോ? ഈ പറഞ്ഞ പോലെ എപ്പോഴും ആളുകൾ കൂടുക, അല്ലെങ്കിൽ അത്രയും ബിസിയായി നിൽക്കുക, അപ്പൊ ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ മാരേജ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് മിസ് ചെയ്യുന്നുള്ളൊരു പേടി തോന്നിയിട്ടുണ്ടോ? ഒരു ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. Because I always wanted it also. I always love my space. My personal space is very precious. So I was like waiting to have it. അങ്ങനെ ഒരു ടൈം ആയിരുന്നു അത്. But nevertheless, അപ്പോഴും I was constantly working in TVs or maybe മൂവി ഇല്ല, but TV shows ജഡ്ജ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും I used to keep myself busy. പെട്ടെന്ന് നമുക്കൊന്നും ജോലി ഇല്ലാതെ ചുമ്മാ വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും അറിയില്ല, നമുക്ക് വീട്ടിലിരുന്നാലും എന്താ ചെയ്യണം എന്ന് അറിയില്ല എനിക്ക്. So I started learning what is family life, what is cooking, what is taking care, അങ്ങനെയൊക്കെ. Because everybody used to take care of me. അമ്മ അല്ലെ, എല്ലാവരും ഒറ്റ മകളല്ലേ. So then I was like how to take care of others. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താ, അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. I wanted to learn all those things. അത് ഈസി ആയിരുന്നോ? ഒറ്റ പുത്രിയായിട്ട് അത്രയും ലാളിച്ചു വളർത്തിയൊരു സ്പേസിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോ? No, it was nice only. It was pretty okay. It was a very different experience. അതും നന്നായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. Everything was okay. I think I got a very എന്താ പറയാ, very understanding and adjusting partner. So it was all very easy for me. Yeah, the transition was good. ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ പണ്ടൊക്കെ ഷൂട്ടിന് ത്രൂ ഔട്ട് അമ്മ കൂടെ ഉണ്ടാവോ? അതെ. ഇപ്പോഴും അങ്ങനെയാണോ അതോ? ഇല്ല, now she doesn't come with me. Until I got married, കല്യാണം വരെ she used to come. അതിന്റെ ശേഷം കുറച്ച് പഠിച്ചു how to go alone, how to take care of myself, അങ്ങനെയൊക്കെ. അതിനുശേഷമാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുന്നത് അല്ലേ? അപ്പൊ ഈ സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ അമ്മയോടും കൂടി ചോദിച്ചിട്ടാണോ, അല്ലെങ്കിൽ വായിച്ച് സ്വന്തം ഇഷ്ടത്തിനൊക്കെ ആയിരുന്നോ? ആദ്യമൊക്കെ അമ്മയും ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, കഥ നരേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്കും അത് ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഉണ്ടാവണം. അവർ പോയ ശേഷം I used to discuss it with my mother. ഇത് ശരിയാവോ, ഇത് നന്നായിട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് we kind of make a decision. മാം ഇപ്പൊ ഒരുപാട് ഹീറോസിന്റെ കൂടെ അഭിനയിച്ചു. രജനികാന്ത്, കമൽഹാസൻ, രാജ് കിരൺ, പാർത്ഥിപൻ, പ്രഭു, ഭാഗ്യരാജ്, അങ്ങനെ ഒത്തിരി പേർ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മാം എന്ന് പറയുമ്പോൾ മാമിന്റെ സിനിമകളൊക്കെ ഹിറ്റും ആയിരുന്നല്ലോ. അപ്പം അന്ന് വരുന്ന ഈ കഥാപാത്രങ്ങളിൽ ഇപ്പൊ ഇന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോള് തിരഞ്ഞെടുക്കണം, അങ്ങനെ ആ തോട്ടൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ആദ്യം മുതലേ മൈ ഫസ്റ്റ് പ്രിയോറിറ്റി വാസ് ഗുഡ് ക്യാരക്ടർ, ഗുഡ് സ്റ്റോറി, ഗുഡ് സ്ക്രീൻ പ്ലേ. അതാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രിയോറിറ്റി. വെൻ ഐ ഹാവ് ടു ഡു എ ഫിലിം, ദേ കമ്മിങ് ഫോർ എ നരേഷൻ, അതാണ് ആദ്യം നോക്കുന്നത്. സോ ഇപ്പൊ വരെ അതാണ്, നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പം രജനികാന്തിന്റെ കൂടെ മകളായിട്ട് അഭിനയിച്ചു, പിന്നെ ഹീറോയിനായിട്ട് അഭിനയിക്കുമ്പോ അപ്പൊ പുള്ളി പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ പോലെ തോന്നുന്നു കൊച്ചുകുട്ടിയായി കണ്ടിട്ട്. ഇപ്പൊ വിജയ് സേതുപതിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, സിസ്റ്ററായിട്ട് അഭിനയിച്ച അങ്ങനെ പറ്റില്ല എന്നൊക്കെ. അപ്പൊ അന്ന് സാർ അത് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. മാമിന് തിരിച്ചെങ്ങനെയായിരുന്നു? സെയിം അങ്ങനെയാണ്. It was all mixed feeling എന്ന് പറയും. It was like little embarrassing, it was little exciting, little scary. അങ്ങനെ it was all mix of everything. But nevertheless it was very
എന്താ പറയാ, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ നല്ല രസമുള്ള യജമാനല്ലാന്ന് തോന്നുന്നു. അതെ. നിലവേ മുഖം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോ ദേ കോൾ us the ബെസ്റ്റ് പേർ ഇൻ തമിഴ്. ഞാനും രജനി സാറും ബെസ്റ്റ് പേർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് surprising as well as little funny also. ഓക്കെ. മകളുണ്ടല്ലോ, ഇപ്പൊ മോള് സിനിമയിൽ അഭിനയിച്ചു, അവളുടെ ഒരു പാഷൻ എന്താ? മാമിനെ പോലെ പോവാന്നുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആണോ? അത് ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ആദ്യം ഷീ സെഡ് ഷി വാണ്ടഡ് ടു ഡു ഫിലിംസ്, പിന്നെ ദെൻ അവര് മോഡൽ ആയിട്ട് വരണം എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോ സിംഗർ എന്ന് പറയുന്നുണ്ട്. ഷീസ് ലൈക്ക് ഷീസ് ഹാവിങ് ലോട്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ സിംഗിങ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ആ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഐ ഡോണ്ട് നോ എവിടെ വന്ന് നിക്കും എന്നറിയില്ല. ഇപ്പോഴത്തെ ഒരു ഏജ് അല്ലേ, അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹമുണ്ടോ ഒരു ആക്ട്രസ് ആയി കാണണം? എനിക്കൊരു ആഗ്രഹമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു get stuck because I don't want to think something പിന്നെ വേറെ എന്തെങ്കിലും it can be little disappointing or I don't want, so I'm keeping myself blank. Okay. ഇപ്പം മാമിനോട് അമ്മ എങ്ങനെയായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നോ? ഞാൻ കേട്ടോളെ അവിടെ ഇവിടെ നോക്കുക സമയത്തിൽ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക. No, strict in the sense, she was actually super fun. Okay. But strict when it comes to profession, when it comes to work and dates handling and money handling, വേണ്ടിയ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഷീ ഈസ് വെരി ഫേം ആൻഡ് വെരി സ്ട്രിക്റ്റ്. ബിഹേവിയർ വൈസ് എല്ലാവർക്കും എങ്ങനെ സംസാരിക്കണം എല്ലാവരോടും, പിന്നെ ബീങ് റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ്, അതിലെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. ബട്ട് അതർവൈസ് ഷീ ഈസ് സൂപ്പർ ഫൺ ഓൾസോ. വി ഓൾ ഗോ ഫോർ ഫാമിലി ഔട്ടിങ്സ് ആൻഡ് എന്താ പറയാ, ബിക്കോസ് ഇതാണ് എല്ലാവരും കാണുന്ന ഈ പ്രൊഫഷണൽ മുഖമാണ് കൂടുതൽ കണ്ടത് എല്ലാവരും. സോ ദേ ഓൾ തിങ്ക് ഷീ ഈസ് ലൈക്ക് വെരി ഫേം, വെരി സ്ട്രിക്റ്റ്. അങ്ങനെ ഓ മൈ ഗോഡ്, വൺ സ്ട്രിക്റ്റ് മാസ്റ്റർ. It's not like that at all. She is like എന്താ പറയാ, many of her friends അവരെ പറയുന്നത് ഈ ചക്ക പോലെയാണ്. When outside she's like very rough ആയിട്ട്, പിന്നെ ഉള്ളിൽ കണ്ടാൽ she's so sweet. That's the comparison they always do. So I said, Amma, it's a perfect example, Amma. ഒരാളെ ചക്ക പോലെ കമ്പയർ ഞാൻ ഇതൊരു കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല ആദ്യമായിട്ട്. ബട്ട് ഇറ്റ് ആക്ച്വലി you can relate to that actually. മാം ആസ് എ മദർ എങ്ങനെയാ? I am trying to follow my mom. For all the right things, I will be very strict. Okay. Otherwise, I'm super cool. Yeah. ഈ അമ്മ രാഷ്ട്രീയക്കാരായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ, കണ്ണൂരിലായിരുന്നു. അതെങ്ങനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, it didn't really influence me in any way. Okay. ചെറുപ്പത്തില് അവരടിക്കടി ഈ മീറ്റിംഗ്സിലേക്കും അത് ഷീ യൂസ് ടു ബി ലിറ്റിൽ ബിസി വിത്ത് പോളിറ്റിക്സ് ആൻഡ് മീറ്റിംഗ്സ് ആൻഡ് സ്റ്റാഫ്. അപ്പൊ ഐ യൂസ് ടു മിസ് ഹർ സംടൈംസ് എവിടെയെങ്കിലും മീറ്റിംഗിലേക്ക് പോയാൽ. അതർവൈസ് ഐ വാസ് നോട്ട് വെരി into politics. ഇൻട്രസ്റ്റ് തോന്നിയിട്ടൊന്നുമില്ല? അത്ര ഒന്നുമില്ല. ഓക്കെ. ശ്രദ്ധിക്കാറുമില്ല എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി നോ ടൈം ഫോർ ഓൾ ദാറ്റ്. അതിന് ടൈം ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പൊ മാമിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ആക്ട്രസ്സായി നിലനിൽക്കുക എന്നുള്ളതേ ആ രീതിയിൽ തന്നെ നിലനിൽക്കുക. ഇപ്പോൾ ഒരു ആക്ട്രസ് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ബോഡിയാണ് മെയിൻ ടൂൾ, അത് അത്രയും ശ്രദ്ധിക്കണം. സ്കിൻ കെയറിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അത് എങ്ങനെയാ മാം ചെയ്തത്? അതോടൊപ്പം അതൊരു പ്രഷർ ആയിരുന്നോ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കുക എന്നുള്ളൊരു അത്ര ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ബട്ട് ടു ലുക്ക് ഗുഡ് ഓൾ ദ ടൈം, ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്, അത് വളരെ പാടാണ്. അയ്യോ ബാ, ടിൽ ടുഡേ. യെസ്. സോ ബട്ട് എന്താ പറയാ, when you know it is like helping you out and it is like just to make you look beautiful, I don't think it will be very difficult to do all that. Okay. It's not like വളരെ കഷ്ടം, വളരെ ഇതാണ്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. Yeah. And especially when it is good for your health and for your skin and it's going to make you look beautiful, more beautiful. നല്ലതാണല്ലേ? അതെ. ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ടോ? സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് നാളെ പറ്റും. then you have to adapt to the lifestyle. അല്ലെങ്കിൽ അത് കഷ്ടാണ്. Okay. Yeah, as long as, because I have a very sweet tooth. I love sweets. Adele. So at times I get quite frustrated. And there was one period where I went berserk over all the desserts, food, ellam.
but then the outcome was so bad. എനിക്ക് തന്നെ എന്നെ കാണാൻ വളരെ കഷ്ടമായി പോയി. അയ്യോ എങ്ങനെ വേണ്ട, ശരിയില്ല. And also I was scared it might help, it might affect my health. It is not just the outer beauty, the inner strength also. അതും വളരെ important അല്ലേ. So that is when I started എന്താ പറയാ, giving more importance to the food and everything, the diets and stuff. Okay. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ജപ്പാനിൽ പോലും ഇപ്പൊ മുത്തുമൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ള സിനിമയാണ്. അതെങ്ങനെയാ ഒരു ജപ്പാൻ കണക്ഷൻ? I don't know. അവർ ഇൻഫാക്ട് അവർ പറഞ്ഞപ്പോൾ എനിക്കും അത് വളരെ സർപ്രൈസിങ് ആയിട്ടുണ്ടായിരുന്നു. I mean all over the world നമ്മളുടെ സിനിമ റിലീസ് ആവുന്നുണ്ട്, തമിഴ്, തെലുങ്ക്, all the languages. ബട്ട് ജപ്പാനിൽ ഒരു തമിഴ് സിനിമയായിട്ട് തന്നെ അവർ റിലീസ് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഡബ്ഡ് ഇൻ ജാപ്പനീസ് ഓർ അങ്ങനെ ഒന്നുമില്ല. സോ ദാറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ്. ആൻഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേ സെഡ് നോ, അല്ല സബ് ടൈറ്റിൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ ഇവിടെ റിലീസ് ആവുമ്പോൾ സബ് ടൈറ്റിൽസ് ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വി ആർ ട്രൈങ് സംതിങ് ന്യൂ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തത് അന്ന്. ദാറ്റ് വാസ് ലൈക്ക് 95, 96, 97, I don't know, in the 90s. So that's when it was like quite new. അപ്പോൾ ഇതെല്ലാം വളരെ പുതിയതായിട്ട് തോന്നി and വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഔട്ട്കം എങ്ങനെ ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് എവറിത്തിങ് ടേൺഡ് ഔട്ട് വെരി ബ്യൂട്ടിഫുൾ, വെരി നൈസ്. അവിടെ ചെന്നിട്ട് ഇൻഫാക്ട് അതിന് പ്രൊമോഷന് വേണ്ടി അവിടെ വിളിച്ചിരുന്നു ഞാൻ, ജപ്പാനിൽ പോയി. ഇതേപോലെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ പ്രോബ്ലം വാസ് അവിടെ ജാപ്പനീസ് അവർക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ല. ദേ ആർ more into Japanese only. So ഒരു ഇന്റർപ്രിറ്റർ ഉണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾ എനിക്ക് ഇംഗ്ലീഷിൽ ഇന്റർപ്രിറ്റ് ചെയ്യും, പിന്നെ എൻ്റെ ആൻസേഴ്സ് അവർക്ക് ജാപ്പനീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ അങ്ങനെയാ ചെയ്തത്. ഇറ്റ് വാസ് ഓൾ വെരി ന്യൂ എക്സ്പീരിയൻസ്. ബട്ട് അത് അത്ര വലിയ ഒരു ഹിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഐ വെന്റ് ടു ദ തിയേറ്റർ ഓൾസോ. തിയേറ്റർ ചെന്നിട്ട് മുത്തു കുറച്ചു നേരം അവരോടൊപ്പം ഇരുന്ന് കണ്ടു. ഓ മൈ ഗോഡ്, they were so excited. Japanese subtitles ഒക്കെ പഠിച്ചിട്ട് they were able to follow the movie. They were able to understand the dialogues. Even the punch dialogues, even those comedy scenes, എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. It was very ഇന്നിപ്പോ ഇത് കോമൺ ആണല്ലോ, നമ്മൾ അതർ കൺട്രീസ് മൂവീസ് കാണും. പക്ഷെ അന്ന് ഇത് ചെയ്തു എന്ന് പറയുന്നത് ന്യൂസ് ആണ്. ഇപ്പൊ സിനിമ ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യാ? Taking care of home, my daughter. അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. It all depends. നല്ല ക്യാരക്ടറും നല്ല ഒരു സെറ്റപ്പ് ആയ I'll definitely give importance to them. ഓക്കെ. അപ്പൊ മലയാളത്തിലേക്ക് വീണ്ടും വരണം, നമ്മളെല്ലാരും കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു. ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയി, ഹെൽത്തി ആയി, ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.